മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. സുപ്രധാന കൽപ്പനകൾ. ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു. അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു, എല്ലാത്തിനും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ അയൽക്കാരെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയും യാഗങ്ങളേക്കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്നത് തന്നെയാണ്. നാം ഹൃദയം ശരിയായ രീതിയിൽ ദൈവത്തിന് സമർപ്പിക്കാതെ ബലിയർപ്പണങ്ങളുമെല്ലാം കർത്താവിന് സ്വീകാര്യമല്ല എന്നത് തന്നെയാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ, നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധമായി ബലിയർപ്പിക്കുന്നവർ എത്ര പേരുണ്ടാവും? കർത്താവിൻ്റെ വചനം നമ്മളെ അറിയിച്ചിട്ടുണ്ടോ? നീ ബലിയർപ്പിക്കുവാൻ വേണ്ടി ബലിപീഠത്തെങ്കിലേക്ക് ബലിവസ്തുവുമായി ചെന്നുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ ബലിവസ്തു അവിടെ വച്ച ശേഷം നിന്റെ സഹോദരനോട് രമ്യപ്പെട്ട ശേഷം മാത്രം വന്ന് ബലിയർപ്പിക്കുവാൻ പറയുന്ന യേശുവിനെ നമ്മൾക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നീ യോഗ്യനല്ല എന്ന് വ്യക്തമാക്കി തരികയാണ് നമ്മുടെ കർത്താവിൻ്റെ വചനം. വിശുദ്ധിയിലും ദൈവത്തിന് സ്വീകാര്യമായ ബലിയാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതാണ് ഏറ്റവും സ്വീകാര്യമായ ബലി. മറ്റും ഒന്നും സ്വീകാര്യമല്ല. അതുതന്നെയാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ നല്ല സമറിയക്കാരനെ കുറിച്ചിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം സ്വീകരിക്കുന്ന ബലിയാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ വേണ്ടി കൃപകൾ നാം സ്വീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ്, പാണശ്ശേരി.